കേസ് കൊടുത്തതുകൊണ്ട് വടകരയിൽ കെ ശൈലജയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ. പരാതി തെളിയിക്കാനുള്ള ബാധ്യത ശൈലജയ്ക്കുണ്ടെന്നും പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച കോഴിക്കോട് DCCയുടെ അധ്യക്ഷൻ കൂടിയായ കെ പ്രവീൺകുമാറാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? പ്രത്യേകിച്ച് വടകര എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയായിട്ടുണ്ട്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ UDF റിക്കാർഡ് ഭൂരിപക്ഷം ജയിക്കും. ഒരുപക്ഷെ വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ ഷാഫി പറമ്പിലിൻ്റേത്. കാരണം അത്രയ്ക്ക് ജനങ്ങളുടെ പിന്തുണയാണ്, നാനാഭാഗത്തുള്ള പിന്തുണകൾ. എന്തിനേറെ പറയുന്നു, CPM-നകത്തുള്ള സാധാരണ പ്രവർത്തകർ പോലും ഇത്തവണ ഷാഫി പറമ്പിനെ പിന്തുണയ്ക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി മാറി വന്നതും ഒക്കെ ആദ്യ സമയത്ത് ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു ഓളങ്ങ് മാറിയെന്ന് തോന്നുന്നു അല്ലേ? സ്ഥാനാർത്ഥി മാറ്റം KM തന്നെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയതും ഷാഫി പറഞ്ഞ വടകരയിൽ കൊണ്ടുവന്നൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ചൊരു തീരുമാനമാണ്. അത് ഏറ്റവും നല്ല തീരുമാനമായി ഇത് തൃശ്ശൂരും വടകരയും തെളിയിക്കാൻ പോവുകയാണ്. കാരണം വടകരയുടെ മണ്ണിലും തൃശ്ശൂരിൻ്റെ മണ്ണിലും കോൺഗ്രസ് ജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയമെന്നല്ല, റിക്കാർഡ് ഭൂരിപക്ഷമായിരിക്കും. അതിനൊപ്പം തന്നെ ഈ വടകരയിൽ നമ്മൾ കണ്ടത് ഒരു വിവാദമായ കാര്യങ്ങൾ, സൈബർ ആക്രമണം, കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം. അതിലിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ, ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെ അറസ്റ്റിലാവുകയും അവർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നേരിട്ട് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നത്. ഈ സൈബർ ആക്രമണത്തിൽ കേസെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുമ്പം ആര് ചെയ്താലും കുറ്റമാണ്. അവരാരാണോ ആക്രമിച്ചത് അവരൊക്കെ തന്നെ കേസെടുക്കണം. പക്ഷേ എല്ലാ ഭാഗത്തും വേണം. ഈ വടകര മേഖലയിൽ ഏറ്റവും സൈബർ ആക്രമണത്തിന് ഇരയായപ്പെട്ട ഒരു സഹോദരി KK രമയാണ്. KK രമയ്ക്കെതിരെ അധിക്ഷേപം നടത്തിയ ആളുകൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ശൈലജയുടെ പേരിൽ ചെയ്ത് കേസെടുക്കുന്നു. ഞങ്ങൾ ഈ സൈബർ ആക്രമണത്തിനെതിരാണ്, വ്യക്തിഹത്യ ഞങ്ങളുടെ നയമല്ല. പക്ഷെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ട് പറയുമ്പം എന്നെ വ്യാജ വീഡിയോ ചെയ്ത് മോർഫ് ചെയ്ത് സമൂഹ മാധ്യമത്തോട് അപകീർത്തിപ്പെടുത്തി ഐക്യമുള്ള സ്ഥാനാർത്ഥി എന്നാണ് ശൈലജ ടീച്ചർ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതി പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ പവറുള്ള ഫോറമാണ്. അവിടെ കൊടുക്കുന്ന പരാതികൾ സത്യമായിരിക്കണം. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അതിന് കോടതിയുടെ പരിരക്ഷയുണ്ട്. അവിടെ പറയുന്നു എനിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയത്, പിന്നീട് മാധ്യമോട് പറയുന്നു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അത് ഗുരുതരമായ കുറ്റമാണ്. അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ വ്യാജ വീഡിയോ എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും പറഞ്ഞല്ലോ, ഇനി എന്താവട്ടെ, ആ വ്യാജ വീഡിയോ എവിടെ? ആ വീഡിയോ പുറത്തു കൊടുത്തേ, ആരാണെന്ന് പറഞ്ഞു. ഇതുവരെ വ്യാജ വീഡിയോന് അറസ്റ്റ് നടന്നിട്ടില്ല. പിണറായിയുടെ പോലീസിൽ അന്വേഷിക്കട്ടെ. പക്ഷേ ഞങ്ങൾ ആവശ്യമതല്ല. ചരിത്രത്തിലാദ്യമാണ് ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ വ്യാജ പരാതി കൊടുക്കുന്നത്. അത് പരാതി വ്യാജമാണെന്ന് അവർ തന്നെ സമ്മതിക്കണം. അവരുടെ പേരിൽ IPC 193 കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷെ ഇത്തവണ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇല്ലാ കഥ വന്ന് കരഞ്ഞത് കൊണ്ടോ അധികാരത്തിൽ ഇതിൻ്റെ ബലം കൊണ്ട് പോലീസിനെ വെച്ച് UDF കേസെടുത്തുകൊണ്ടൊന്നും വടകര ജയിക്കാൻ പോകുന്നില്ല. ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഇത്തവണ വടകരയിൽ വിലപ്പോവില്ല.